വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൻ്റെ ആവശ്യത്തിൽ വിഴിഞ്ഞം പ്രദേശവാസികൾ അഭിമാന നിമിഷത്തെ വരവേൽക്കാനും തുറമുഖത്ത് ആദ്യമായി എത്തിയ മദർഷിപ്പ് കാണാനുമായി നിരവധി പേരാണ് പദ്ധതി പ്രദേശത്ത് എത്തിയത്. തുറമുഖത്ത് നിന്ന് മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചൈനയിൽ നിന്നെത്തിയ സാൻ ഫെർണാണ്ടോ ഇവിടെ തീരമണഞ്ഞതോടുകൂടി വലിയ അനന്ത സാധ്യതകളാണ് സർക്കാർ ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. ഏതായാലും വിഴിഞ്ഞത്തെത്തിയ കപ്പലിനെ കാണാനായി നിരവധി ജനങ്ങളാണ് ഈ ഉദ്ഘാടന വേദിയിലും എത്തിയിരിക്കുന്നത്. നിരവധി പേർ കപ്പലിനെ ഒരു നോക്ക് കാണാനും അതോടൊപ്പം തന്നെ പടുകൂറ്റൻ മദർഷിപ്പാണ് വന്നിരിക്കുന്നത്. അത് കാണാനായുള്ള സന്തോഷത്തിലാണ് ജനങ്ങളുള്ളത്. എങ്ങനെയുണ്ട് ഏട്ടാ കപ്പൽ? സൂപ്പർ. വിഴിഞ്ഞത്ത് തന്നെയാണോ? പൂവാറിനെ കപ്പൽ കാണാനായി ഒരുപാട് നാളത്തെ യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു നേട്ടം തന്നെ. എങ്ങനെയാണ് കപ്പൽ കണ്ടോ? ഇഷ്ടമായി. വലിയ കപ്പൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഏറെ നാളത്തെ സ്വപ്നമാണ് അങ്ങനെ കപ്പൽ വന്നിരിക്കുക. അതാണ് കാണാനാണ് വന്നത്. വർഷങ്ങളായില്ലേ ഇത് വരണമെന്ന് പറഞ്ഞു, ഇപ്പോഴല്ലേ വന്നത്, അതുകൊണ്ട് വന്നത്. എല്ലാവർക്കും തൊഴിൽ കിട്ടി സന്തോഷമായി, എല്ലാവരും നല്ല രീതിയിൽ പുരോഗമിച്ചു വരാണ്. അതാണ് കാരണം കേട്ടാ. പിന്നെ സാക്ഷാത്കാരം അതിമനോഹരം, ബ്യൂട്ടിഫുൾ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടു വരുന്നു. സുഖം അടിപൊളി. ഇത് ഈ നാടിൻ്റെ സ്വപ്നം, ഈ സംസ്ഥാനത്തിൻ്റെ സ്വപ്നം. നമ്മൾ 10-30 വർഷത്തെ സ്വപ്നമാണ് നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം. ഞങ്ങൾ ഹാർബർ പ്രദേശവാസികളെന്ന് പറഞ്ഞാൽ ശംഖ് തുടിക്കും. വിഴിഞ്ഞത്തിൻ്റെ മുഖം മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഭിമാനമല്ലേ കേരളത്തിന്റെ. സംസ്ഥാനത്തിന്റെ മുഖം മാറാൻ പോവുകയാണ്. നല്ലൊരു അത്ഭുതമായിട്ടുള്ളൊരു മാറ്റമാണ് ഇവിടെ വരുന്നത്. നാളത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. കാത്തിരിപ്പിന് വിരാമം വിട്ട് കപ്പലെത്തി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അഭിമാന നിമിഷമല്ലേ, പിന്നെ കേരളത്തിന്റെ അഭിമാന നിമിഷമല്ലേ ഇത്. ഇതല്ലേ നമ്മൾ അഭിമാനിക്കാനുള്ള. വിഴിഞ്ഞത്തല്ലല്ലോ ഇത്, കേരളത്തിലല്ല, ഇന്ത്യയുടെ അല്ലേ. എത്രയോ കാലം കൊണ്ടൊന്നും 1960 മുതൽ കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയല്ലേ. വിഴിഞ്ഞം തുറമുഖത്ത് പടുകൂറ്റൻ കപ്പലെത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ആദ്യമായി മദർഷിപ്പ് കണ്ടതിന്റെ സന്തോഷവും നിരവധി ആളുകളിൽ നിന്നും നമ്മൾ കണ്ടറിഞ്ഞു. ഇനി 2, 3, 4 ഘട്ടം പൂർത്തിയാകുന്നതോടെ വലിയ അനന്ത സാധ്യതകൾ തന്നെയാണ് തുറമുഖം പദ്ധതിയിലൂടെ മുന്നോട്ടുള്ളത്. സജു കാഞ്ഞിരക്കുളത്തിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.